പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന നിഴൽ യുദ്ധം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് നേരിട്ടുള്ളതും വിനാശകരമായതുമായ ഒരു യുദ്ധമുഖത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വൻ മിസൈൽ ആക്രമണം ഈ മേഖലയിലെ സംഘർഷത്തെ മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമാക്കി മാറ്റിയിരിക്കുന്നു. മധ്യ ഇറാനിലെ കൊണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണം കേവലം ഒരു സൈനിക നടപടിയായല്ല, മറിച്ച് ഒരു ലോക മഹായുദ്ധത്തിന്റെ വിത്തുപാകുന്ന പ്രകോപനമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെന്ന ഭീഷണി ഉയർത്തി ഇസ്രയേൽ നടത്തിവന്ന മുന്നറിയിപ്പുകൾ ഇപ്പോൾ കടുത്ത പ്രഹരങ്ങളായി മാറുമ്പോൾ ലോകം ആകാംക്ഷയോടെയും ആശങ്കയോടെയും ഉറ്റുനോക്കുന്നത് ഈ രണ്ട് സൈനിക ശക്തികളുടെയും അടുത്ത നീക്കങ്ങളിലേക്കാണ്. ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിത നീക്കം അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഊർജ്ജ കേന്ദ്രങ്ങളെയും ആണവ നിലയങ്ങളെയും ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം നൽകിയ ഉറപ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ഇത്തരമൊരു നടപടിക്ക് മുതിർന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനോടകം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്കുകളാണെന്നത് തെളിയിക്കുന്നതാണ് ഈ ആക്രമണം എന്നാണ് ഇറാന്റെ പക്ഷം. സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ 2 വൻകിട ഉരുക്കുശാലകളും പവർ സ്റ്റേഷനുകളും തകർത്തതോടെ ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലെ നഗരങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷം അവിടുത്തെ ജനജീവിതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ കേവലം സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇറാനിലെ സാംസ്കാരിക പൈതൃകത്തിന് ഈ ആക്രമണങ്ങൾ വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഗോൾസ്താൻ കൊട്ടാരം, മാർബിൾ കൊട്ടാരം, സനാബാദ് കൊട്ടാര സമുച്ചയം തുടങ്ങി 120ഓളം ചരിത്ര സ്മാരകങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സാംസ്കാരിക പൈതൃക കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. മാനവ സംസ്കാരത്തിന്റെ അടയാളങ്ങളായ ഇത്തരം കേന്ദ്രങ്ങൾ യുദ്ധത്തിന്റെ ഇരകളാകുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും തകർക്കുന്നതിലൂടെ അവരുടെ ആത്മവീര്യം കെടുത്തുക എന്ന തന്ത്രമായിരിക്കാം ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ആഗോള നയതന്ത്ര രംഗത്തും ഈ സംഘർഷം പുതിയ കൂട്ടുകെട്ടുകൾക്ക് വഴി തുറക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ശതകോടീശ്വരൻ എലോൺ മസ്ക് പങ്കുചേർന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു സ്വകാര്യ വ്യക്തി ഇത്തരം തന്ത്രപ്രധാനമായ നയതന്ത്ര ചർച്ചകളിൽ ഇടപെടുന്നത് അസാധാരണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മസ്കിന്റെ സാന്നിധ്യം ട്രംപ് ഭരണകൂടത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം വ്യക്തമാക്കുമ്പോൾ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ പുതിയ സാങ്കേതിക സാമ്പത്തിക താൽപ്പര്യങ്ങൾ കടന്നുവരുന്നതിന്റെ സൂചന കൂടിയാണിത്. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന കടുത്ത നിലപാടിലാണ്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ച് ലോകത്തെ എണ്ണ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുണ്ട്. കപ്പൽ ഗതാഗതത്തിന് ടോൾ ബൂത്തിന് സമാനമായ സംവിധാനം ഏർപ്പെടുത്തിയ ഇറാന്റെ നടപടി അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആക്ഷേപം ഉയരുന്നുണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലാണ് ഇതെന്ന് ഇറാന്റെ വിശദീകരണം. റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ അനുമതിയോടെ മാത്രം കപ്പലുകൾ കടത്തിവിടുന്ന രീതി എണ്ണവില വർധനവിനും ആഗോള വിതരണ ശൃംഖലയുടെ തകർച്ചയ്ക്കും കാരണമായേക്കാം. അമേരിക്കയോ ഇസ്രയേലോ ആയി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ തടയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിന്റെ തുടക്കമാണ്. സൈനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഈ സംഘർഷം പുതിയ പരീക്ഷണശാലയായി മാറുകയാണ്. ഇറാൻ നിർമ്മിത ഡ്രോണുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പ്രയോഗിച്ച അനുഭവ സമ്പത്ത് ഇപ്പോൾ പശ്ചിമേഷ്യയിലും നിഴലിക്കുന്നു. ഇറാൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ യുക്രൈൻ വിദഗ്ധർ സൗദി അറേബ്യയെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും സഹായിക്കുന്നു എന്നത് യുദ്ധത്തിന്റെ ആഗോള വ്യാപനത്തെ കാണിക്കുന്നു. ഏകദേശം 850 ടൊമാഹോക്ക് ക്രൂഡ് മിസൈലുകൾ ഇതിനകം US സൈന്യം ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ പെന്റഗണിൽ പോലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആയുധ ശേഖരം കുറയുന്നതും അത് വേഗത്തിൽ നിർമ്മിക്കേണ്ടി വരുന്നതും അമേരിക്കയുടെ സൈനിക ബജറ്റിനെ വലിയ തോതിൽ ബാധിക്കും. സമാധാനത്തിനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ സൈനിക നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പുകൾ ഭയപ്പെടുത്തുന്നതാണ്. കണ്ണിന് കണ്ണ് എന്ന തത്വം തങ്ങൾ പാലിക്കില്ലെന്നും അതിനേക്കാൾ കടുത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് IRGC കമാൻഡർമാരുടെ നിലപാട്. കൊണ്ടാബിലെ ആണവ പ്ലാന്റിൽ നിലവിൽ വികിരണ ഭീഷണി ഇല്ലെങ്കിലും ഭാവിയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഒരു ആണവ ദുരന്തത്തിന് വഴിവെക്കുമോ എന്ന ഭീതി ലോകമെമ്പാടുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ കനൽ കെടാതെ നിൽക്കുമ്പോൾ അത് ആഗോള ക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കൊടുങ്കാറ്റായി മാറുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ സൈനിക നീക്കങ്ങൾക്ക് വഴിമാറുമ്പോൾ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനും ഒരു നാടിന്റെ സംസ്കാരവുമാണ്. ഇതിനൊരു അന്ത്യമുണ്ടാകാൻ ആഗോള സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. ഒരു യുദ്ധവും പരിഹാരം
പരിഹാരമല്ലെന്നും അത് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമാണെന്നും ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും ശാന്തിയുടെ പുലരിയുണ്ടാകാൻ മനുഷ്യത്വപരമായ സമീപനങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമാധാന ചർച്ചകളും മാത്രമാണ് ഏക പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.